നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 950 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനും 3D ഫ്ലോർ പ്ലാനാണ് നോക്കുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വീതി 836, നീളം 1322 സെൻറ്റിമീറ്ററാണ് വരുന്നത്. കുറഞ്ഞതൊരു 4 സെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയുള്ള ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി 3D എലിവേഷൻ കാണാം, ശേഷം ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് പ്ലാനിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈലിൽ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. കളർ പാറ്റേൺ വരുന്നത് ഗ്രേവൈറ്റ് ആണ്. ഈ ഒരു വോളിൽ സ്റ്റോൺ ടെക്സ്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഗ്രൂസ് വരുന്നുണ്ട്. ഈ ഒരു ഹെഡ് റൂമിൻ്റെ ഈ ഒരു ഭാഗത്തും ഹാഫ് പോർഷനിൽ ഗ്രൂസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സിമെൻറ്റ് ടെക്സ്ചറിൽ ഗ്രൂസാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു എക്സ്റ്റീരിയർ എലിവേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള 3D ഫ്ലോർ പ്ലാൻ. സിറ്റൗട്ടിലേക്ക് കിടക്കാം. സിറ്റൗട്ടിൻ്റെ വീതി 240, നീളം 140 ആണ് വരുന്നത്. 2 ചെയറാണ് സിറ്റൗട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹാങ്ങിങ് ചെയറും കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് റൂമിലേക്ക് കൂടുതൽ വെളിച്ചം കിട്ടാനായിട്ട് 3 പാളിയുടെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്ന ലിവിംഗ് റൂം. ലിവിംഗ് റൂമിൻ്റെ വീതി 300, നീളവും 300 തന്നെയാണ്. 10 ലിവിംഗ് റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഒരു 4 സീറ്റർ സോഫ കൊടുത്തിട്ടുണ്ട്, ഒരു കോഫി ടേബിൾ. അതുപോലെ തന്നെ ഈ ഒരു വോളിലാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു 3 പാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വീതി 330, നീളം 300 ആണ് വരുന്നത്. തെക്ക് ഭാഗത്തേക്ക് ഹെഡ് ബോർഡ് വരുന്ന രീതിക്കാണ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ലൈഡിംഗ് വാർഡ്രോബും ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. 2 വാളുകളിലായിട്ട് 3 പാളി വീതം വിൻഡോ ആണ് കാറ്റും വെളിച്ചവും കിടക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. 210, 180 ആണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് വരുന്നത്. നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ബെഡ്റൂമിൻ്റെ വീതി 330, നീളം 300 ആണ് വരുന്നത്. തെക്ക് ഭാഗത്തേക്ക് ഹെഡ് ബോർഡ് വരുന്ന രീതിക്കാണ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ലൈഡിംഗ് വാർഡ്രോബും ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് 3 പാളിയുടെ ഒരു വിൻഡോ ആണ് റൂമിലേക്ക് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. 200, 120 ആണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് വരുന്നത്. നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് 420, 320 ആണ് സ്പേസ് വരുന്നത്. 4 പാളിയുടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ സ്റ്റെയർ വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ തന്നെയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ വീതി 300, നീളം 270 സെൻറ്റിമീറ്ററാണ് വരുന്നത്. എൽ ഷേപ്പിലാണ് സ്ലാബ് വരുന്നത്. സ്ലാബിന് താഴെയായിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയും കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3 പാളിയുടെ ഒരു കിച്ചൺ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വർക്ക് ഏരിയ വരുന്നുണ്ട്. വർക്ക് ഏരിയ 300, 180 ആണ് വരുന്നത്. കിച്ചൺ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറ് തുറക്കണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. 950 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനും 3D ഫ്ലോർ പ്ലാനുമാണ് നമ്മളിന്ന് കണ്ടത്. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റും ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുൻപും ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഒന്ന് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ PDF ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.